സ്വന്തം മകൾ വീണ ടി ഇത്രയും വലിയ പ്രതിസന്ധിയിലേക്ക് അകപ്പെടുന്ന സമയത്ത് നമ്മുടെ പിണറായി വിജയൻ എന്ന് പറയുന്ന നേതാവ് ഇങ്ങനെ ഇനിയും തുടരുന്നതിൽ അർത്ഥമുണ്ടോ? രാജിവെക്കേണ്ടതല്ലേ? ഈ ചോദ്യങ്ങളാണ് സമൂഹത്തിൽ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ഉയർന്നു വരുന്നത്. സമൂഹത്തിൽ എന്നതിനപ്പുറത്തേക്ക് സ്വന്തം പാർട്ടിയിൽ നിന്ന് പോലും അത്തരം ചോദ്യങ്ങൾ വരുന്നുണ്ട്. കോൺഗ്രസ്സുകാരെ സംബന്ധിച്ചിടത്തോളം വളരെ മാന്യമായ നിലപാടാണ് അവർ സ്വീകരിച്ചിരിക്കുന്നത്. കാര്യം ദേശീയ തലത്തിൽ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റും കേന്ദ്ര സർക്കാരുമായി കൃത്യമായ ഒരു നിലപാട് അവർക്കുണ്ട്. എന്തായിരിക്കണം ഇങ്ങനെ ഒരു കേസ് വന്നാൽ ഞങ്ങൾ മുന്നോട്ട് ഏത് രീതിയിലായിരിക്കണം പോകേണ്ടത് എന്നുള്ള കാര്യത്തിലും കോൺഗ്രസ്സിന് വ്യക്തമായ ധാരണയുണ്ട്. അതോടൊപ്പം തന്നെ ഒരു കോൺഗ്രസ് നേതാവ് പോലും ഈ രീതിയിൽ, അതായത് പ്രതിപക്ഷ നേതാവ് രാജിവെക്കണമെന്നോ തൻ്റെ മകൾ വീണ തൈക്കണ്ടിയിൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന വീണ തൈക്കണ്ടിയിൽ നടത്തിയിട്ടുള്ള ഇത്തരം കുറ്റങ്ങളുടെ പിൻഭാഗത്ത് നിന്നുകൊണ്ട് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രതിപക്ഷ നേതാവിൻ്റെ രാജി ഇതുവരെ അവർ ആവശ്യപ്പെട്ടിട്ടില്ല. നമുക്കറിയാം, വി ഡി സതീശൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയോട് മാധ്യമങ്ങൾ അതേ ചോദ്യം ചോദിച്ചപ്പോൾ അദ്ദേഹം അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയാണ് ഉണ്ടായത്. അതായത് അവിടെ രാജിയുടെ ആവശ്യം അവർ ഉന്നയിക്കുന്നതേയില്ല. അതൊരു കോൺഗ്രസ് മര്യാദയാണ്. കെ മുരളീധരനോട് ചോദിക്കുമ്പോഴും ഇ ഡി അന്വേഷണത്തിൻ്റെ കാര്യത്തിൽ ഞങ്ങൾക്കൊരു നിലപാടുണ്ട് എന്ന് വളരെ വ്യക്തമായി പറയുവാൻ കെ മുരളീധരന് കഴിഞ്ഞിട്ടുണ്ട്. അത് ഞങ്ങളുടെ ദേശീയ നിലപാടാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എന്തുകൊണ്ടാണ് ഈ CPM-നെ സംബന്ധിച്ചിടത്തോളം ഒരു രാഷ്ട്രീയ മാന്യതയില്ലാത്തത്? ഇപ്പം നമുക്കറിയാം, ഇവിടെ അറിയാവുന്ന പോലെ ഇവിടെ ഇപ്പോൾ ഒരു തെറ്റുതിരുത്തലിൻ്റെ പാതയിലാണ് CPIM. കൃത്യമായി പറഞ്ഞാൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ടായ കനത്ത തോൽവിയിൽ എന്തുകൊണ്ട് തോറ്റു എന്നുള്ള ഒരു ചോദ്യത്തിനുള്ള ഉത്തരം തേടിയുള്ള ഒരു അവലോകന യോഗവും വിശാല സംസ്ഥാന കമ്മിറ്റി യോഗവും നടക്കാനിരിക്കുന്ന സാഹചര്യം. ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ വീണ തൈക്കണ്ടിയിലെതിരായി ഗുരുതരമായ ആരോപണങ്ങളും അന്വേഷണവും നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ പാർട്ടി എവിടെയായിരുന്നു തിരുത്തേണ്ടത് എന്നുള്ളതിൻ്റെ ഏകദേശ രൂപം പാർട്ടി പ്രവർത്തകരുടെ അല്ലെങ്കിൽ അണികളുടെ മനസ്സിൽ പോലും വന്നു കഴിഞ്ഞു. തിരുത്തപ്പെടേണ്ടിയിരുന്നത് ഈ നേതൃത്വമായിരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇന്ന് പ്രവർത്തകർക്കിടയിൽ ഇല്ല. കാരണം അവരിൽ ആഗ്രഹിക്കുന്നത് അത് തന്നെയാണ്. നമുക്കറിയാവുന്ന പോലെ കമല ഇൻ്റർനാഷണൽ എന്ന് പറയുന്ന ഒരു കമ്പനിയും ചുറ്റിപ്പറ്റിക്കൊണ്ട് ഇതിനു മുൻപ് തന്നെ, അതായത് രണ്ടാമത് പിണറായി വിജയൻ അധികാരത്തിൽ അല്ലെങ്കിൽ ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിരവധി ആരോപണങ്ങൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. ഈ പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു നേതാവിനെതിരായി അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മകൾക്കെതിരായും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കുടുംബവുമായി ചേർത്ത് വെച്ചുകൊണ്ടും എത്ര ആരോപണങ്ങളാണ് ഉണ്ടായതെന്നും എത്ര തവണ ED അതോടൊപ്പം തന്നെ NIA പോലുള്ള സംഘടനകളുടെയും അല്ലെങ്കിൽ ഏജൻസികളുടെയും അന്വേഷണം നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ള കാര്യം നമുക്കറിയാമല്ലോ. ആദ്യം പിണറായി വിജയനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉയർന്നു വന്ന ഒരു ആരോപണം എന്തായിരുന്നു? സ്വർണ്ണക്കടത്തായിരുന്നു. നയതന്ത്ര ചാനലിലൂടെ സ്വർണം കടത്തി എന്ന് പറയുന്ന ഒരു കേസായിരുന്നു പിണറായി വിജയനെതിരായി ആദ്യമായി ഉയർന്നു വന്നത്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൽ പ്രതിസ്ഥാനത്തേക്ക് വലിച്ചിഴക്കപ്പെട്ട സ്വപ്ന സുരേഷ് ഉയർത്തിക്കൊണ്ടുവരുന്ന ആരോപണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരോപണം ബിരിയാണി ചെമ്പിൽ സ്വർണം കടത്തി. അന്ന് അദ്ദേഹത്തിനോടൊപ്പം ഉണ്ടായിരുന്ന ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിരുന്ന KT ജലീൽ അദ്ദേഹം ഈ ഖുറാനകത്ത് സ്വർണം കടത്തി, ഇത് ഇവിടെ നിന്ന് കൊണ്ടുപോയി എന്നതടക്കമുള്ള വാഹനത്തിൽ കയറ്റി കൊണ്ടുപോയി എന്നതടക്കമുള്ള ആരോപണങ്ങൾ നേരിട്ട ഒരു സർക്കാരുണ്ടായിരുന്നെങ്കിൽ അത് 2016 മുതൽ 2021 വരെ ഭരിച്ച ഒന്നാം പിണറായി വിജയൻ സർക്കാർ തന്നെയായിരുന്നു. അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ആ സമയത്ത് തന്നെയാണ് കമല ഇൻ്റർനാഷണൽ എന്ന് പറഞ്ഞുകൊണ്ടൊരു കമ്പനി രൂപീകരിച്ചത് സംബന്ധിച്ചും ഇവിടെ വിവാദമുയർന്നു വന്നത്. ആ കാലഘട്ടത്തിൽ തന്നെയാണ് വീണ ടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് എക്സാലോജിക് കമ്പനിയും അതോടൊപ്പം ഈ എക്സാലോജിക് കമ്പനി CMRL എന്ന് പറയുന്ന കമ്പനിയുമായി നടത്തിയിട്ടുള്ള ഇടപാടുകളെക്കുറിച്ചുള്ള കാര്യങ്ങളും പുറത്തേക്ക് വരുന്നത്. നമ്മളിവിടെ ഒന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവിടെ ഇതിനു മുൻപ് എന്തുകൊണ്ടാണ് പിണറായി വിജയൻ എന്ന് പറയുന്ന നേതാവ് ഇത്ര കണ്ട് മൗനം പാലിക്കുന്നത്? ഇങ്ങനെ ആയിരുന്നില്ലല്ലോ പിണറായി വിജയൻ. പക്ഷേ ഇവിടെ രാഷ്ട്രീയ മര്യാദ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അത് പാർട്ടിക്ക് ഇടയിലും പാർട്ടി പ്രവർത്തകർക്കിടയിലും പാർട്ടി നേതാക്കന്മാർക്കിടയിലും ഒക്കെ അതിങ്ങനെ ഉയർന്നു നിൽപ്പുണ്ട്. പിണറായി വിജയൻ എന്തുകൊണ്ട് അത് ചെയ്യുന്നില്ല? നമുക്കറിയാം, ഇന്ന് പാർട്ടിയിൽ അതിശക്തരിൽ ഒരാളായി മാറേണ്ടിയിരുന്ന EP ജയരാജൻ എന്ന് പറയുന്നൊരു നേതാവുണ്ട്. എന്തുകൊണ്ടാണ് EP ജയരാജൻ എന്ന് പറയുന്ന ആ നേതാവിന് ഇപ്പോഴും പുറത്തിരിക്കേണ്ട ഗതികേടുണ്ടായത്? കേന്ദ്ര കമ്മിറ്റി അംഗമൊക്കെയാണ്, കാര്യം ശരിയാണ്. പക്ഷേ എന്നിട്ടും എന്തുകൊണ്ടാണ് EP ജയരാജൻ എന്ന് പറയുന്ന നേതാവിന് കൺവീനർ സ്ഥാനവും തൻ്റെ മന്ത്രിസ്ഥാനവും രാജിവെക്കേണ്ടി വന്നത്? അതായത് തൻ്റെ ഒരു ബന്ധുവിന് ഒരു നിയമനം നൽകി എന്നതിൻ്റെ പേരിലാണ് EP ജയരാജൻ എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് തൻ്റെ മന്ത്രിസ്ഥാനം ഉപേക്ഷിക്കേണ്ടി വന്നത്. അങ്ങനെ മന്ത്രിസ്ഥാനം രാജിവെച്ച് പുറത്തേക്ക് പോയ ഒരാളാണ് EP ജയരാജൻ.
അതിനുശേഷം ഇവിടെ പ്രകാശ് ജാവദേക്കർ എന്ന് പറയുന്ന ഒരാൾ അട്ടക്കുളങ്ങരയുള്ള അട്ടക്കുളങ്ങരയല്ല ഇത് പിന്നെ കഴക്കൂട്ടത്തിനടുത്തുള്ള ആ സ്ഥലത്ത് അദ്ദേഹത്തിൻ്റെ ഫ്ലാറ്റിലെത്തിയിട്ട് അദ്ദേഹത്തെ കണ്ടിരുന്നു. അപ്പോൾ അവിടെ പോയി കാണുന്ന സമയത്ത് കണ്ടതിൻ്റെ പേരിൽ അദ്ദേഹത്തിൻ്റെ LDF കൺവീനർ സ്ഥാനവും നഷ്ടപ്പെടുന്നു. അതിനുശേഷം EP ജയരാജൻ എന്ന് പറയുന്ന നേതാവിൻ്റെ സ്ഥാനം ഇന്ന് എവിടെയാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. എന്നിട്ടും എന്തുകൊണ്ട് ഇതൊക്കെ ഈ നടപടിക്കൊക്കെ മുൻകൈ എടുത്ത പിണറായി വിജയൻ എന്തുകൊണ്ടാണ് ഇപ്പോഴും പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് തന്നെ തുടരുന്നത്? നമുക്കറിയാം ബിനീഷ് കൊടിയേരിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ബിനീഷ് കൊടിയേരിക്ക് എതിരായി ഒരു മയക്കുമരുന്ന് കേസ് ഇവിടെ ഉണ്ടായി. ആ മയക്കുമരുന്ന് കേസ് ഉണ്ടായ സമയത്ത് എന്തുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ കോടിയേരി ബാലകൃഷ്ണൻ എന്ന് പറയുന്ന നേതാവ് രാജിവെച്ച് പാർട്ടി സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറിയുന്നത്? അതായത് അന്വേഷണമൊന്നും തൻ്റെ പാർട്ടിയുടെ ഒരു പ്രതിച്ഛായയെ ബാധിക്കാൻ പാടില്ല എന്ന ഉത്തമ ബോധ്യമുള്ളത് കൊണ്ടാണ്. അല്ലെങ്കിൽ താനിരിക്കുന്ന സ്ഥാനത്തിനത് ബുദ്ധിമുട്ടുണ്ടാക്കരുത് എന്ന് കരുതിയിട്ടാണ് ശരിക്കും നമ്മുടെ കോടിയേരി സഖാവ് രാജിവെച്ച് പോയത്. അതൊരു രാഷ്ട്രീയ മര്യാദയാണ്. എന്നാൽ ഈ രാഷ്ട്രീയ മര്യാദ പിണറായി വിജയൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നില്ല. നമ്മൾ നോക്കിക്കോളൂ, ഇവിടുന്ന് എത്ര 20 കോടി രൂപയുടെ അഴിമതിയാണ് ED കണ്ടെത്തിയിരിക്കുന്നത്. EDയുടെ കുറ്റപത്രമല്ല, അവരുടെ പത്രക്കുറിപ്പ് പ്രകാരം നമ്മൾ പരിശോധിച്ചാൽ 20 കോടി ഫെമ നിയമലംഘനം നടന്നിട്ടുണ്ട്, ഹവാല ഇടപാട് നടന്നിട്ടുണ്ട്, അങ്ങനെ തുടങ്ങി നിരവധി കുറ്റകൃത്യങ്ങൾ ഇതിനകത്തുണ്ട്. വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദനമുണ്ട്, അല്ലെങ്കിൽ വരവിൽ കവിഞ്ഞ ഇടപാടുകൾ നടത്തിയിട്ടുണ്ട് വീണ തൈക്കണ്ടിയിൽ എന്ന് പറയുന്നൊരു വ്യക്തി. ഇതെല്ലാം ഈ പറയുന്ന അമ്മയുടെ റിട്ടയർമെൻറ്റ് കാശ് കൊണ്ടാണോ? അല്ല എന്ന് സാമാന്യ ബുദ്ധിയുള്ള അരിയാഹാരം കഴിക്കുന്ന ഒരു മലയാളിക്ക് മനസ്സിലാക്കാൻ സാധിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അപ്പോൾ ഈ സമയത്താണ് പിണറായി വിജയൻ കാണിക്കേണ്ട രാഷ്ട്രീയ മര്യാദ. കോൺഗ്രസ്സുകാർ അത് ഉയർത്തില്ല. കാരണം ED എന്ന് പറയുന്നത് കോൺഗ്രസ്സുകാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ശത്രുവാണ്. കേന്ദ്ര സർക്കാരും കേന്ദ്രത്തിൻ്റെ അല്ലെങ്കിൽ BJPയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടൂളായിട്ട് പ്രവർത്തിക്കുന്ന ഒന്നാണ് ED, എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ്. അതുകൊണ്ട് തന്നെ അവരുടെ നിലപാടുകളോട് പൊരുത്തപ്പെടാൻ കഴിയില്ല കോൺഗ്രസ്സിന്. ആ ദേശീയ നിലപാട് കേരളത്തിലും പിന്തുടരുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ED അന്വേഷണം നേരിടുന്ന വീണ തൈക്കണ്ടിയിൽ ED അന്വേഷണം നേരിടുമ്പോൾ അതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് പിണറായി വിജയൻ എന്ന് പറയുന്ന വീണയുടെ പിതാവ് രാജിവെക്കണമെന്നൊരു ആവശ്യം ഉന്നയിക്കാത്തത്. ഇവിടെ വീണ തൈക്കണ്ടിയിൽ എന്ന് പറയുന്ന ഒരാൾ പിണറായി വിജയൻ്റെ മകളല്ലായിരുന്നെങ്കിൽ ഇത്രയും വലിയ തുക തിരിച്ചടവ് പോലും ഉണ്ടാകാത്ത രീതിയിൽ ഇത്രയും വലിയൊരു ഇടപാടിന് ഈ കരിമണൽ കർത്ത എന്ന് വിളിക്കുന്ന ശശിധരൻ കർത്ത തയ്യാറാകുമായിരുന്നു. ഇതൊക്കെ നമുക്ക് സ്വാഭാവികമായിട്ട് ഊഹിക്കാവുന്ന കാര്യമേ ഉള്ളൂ. പാർട്ടി സെക്രട്ടറിയായിട്ട് അദ്ദേഹം പിണറായി വിജയൻ ഇരിക്കുന്ന കാലം മുതൽ തുടങ്ങിയ ബന്ധമാണെന്നേ. ഏകദേശം 50 ലക്ഷം രൂപയാണ് വായ്പയായി നൽകിയത്. അപ്പോൾ അതോടുകൂടാതെ എല്ലാം കൂടെ ചേർത്ത് ഏകദേശം 2.78 കോടി രൂപയാണ് ഈ CMRL എന്ന് പറയുന്ന കമ്പനിയിൽ നിന്നും വീണ തൈക്കണ്ടിയിൽ മേടിച്ചിരിക്കുന്നത്. ഇതുകൂടാതെ ലേക്കർ ഇന്ത്യ കോർപ്പറേഷൻ എന്ന് പറയുന്ന ഒരു കമ്പനി, ആ കമ്പനി ഒരു കടലാസ് കമ്പനിയാണ്, ഷെൽ കമ്പനിയാണ്. 35,000 രൂപ എന്തോ പ്രതിമാസ വാടകയ്ക്കാണ് ആ കെട്ടിടം അല്ലെങ്കിൽ ആ ഒരു മുറി വാടകയ്ക്ക് എടുത്തിട്ടേക്കുന്നത്. അവിടെ ഒരു ബോർഡ് പോലും സ്ഥാപിച്ചിട്ടില്ല. പകരം ഒരു DTP എടുത്തിട്ട് അവിടെ ലേക്കർ ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു സ്റ്റിക്കർ ഒട്ടിച്ച് വെച്ചതിനപ്പുറത്തേക്ക് യാതൊന്നും നടന്നിട്ടില്ല. ഒരു ഡോക്ടറുടെ പേരിലാണ് അത്ര പഞ്ചായത്ത് ലൈസൻസ് പോലും ഇല്ല. അത് വേറൊരു കാര്യം. ഇത്രയൊക്കെ അഴിമതി കാണിച്ചിട്ട് കൂടി അല്ലെങ്കിൽ സ്വന്തം പണം വെളുപ്പിക്കാനുള്ള ശ്രമങ്ങൾ വീണ തൈക്കണ്ടിയിൽ നടത്തിയിട്ട് കൂടി പിണറായി വിജയൻ മാന്യത കാണിക്കുന്നില്ല എന്നുള്ള കാര്യത്തിൽ വ്യാപകമായ എതിർപ്പുണ്ട്. പിന്നെ എന്താണ് തിരുത്താനുള്ളത്? എവിടെയാണ് എന്ത് തെറ്റാണ് പാർട്ടി തിരുത്തേണ്ടത്? ഇവിടെ സാധാരണക്കാരുടെ പ്രശ്നമല്ല, പാർട്ടിയിലെ ഓരോ പ്രവർത്തകരുടെയും വിഷയമല്ലെന്നേ ഇത്. അപ്പോൾ തിരുത്തപ്പെടേണ്ടത് തിരുത്താതെ താഴെ കൊണ്ടുവന്ന് അവിടെ പിന്നെ ഈ പറയുന്ന പോലെ വിശാല സംസ്ഥാന കമ്മിറ്റിയൊക്കെ ഉണ്ടാക്കിയിട്ട് ഒരു കാര്യമില്ല. കാരണം തിരുത്താനുള്ളത് തിരുത്തുന്നില്ല എന്നുള്ളതാണ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം. അപ്പോൾ ഇതിന് ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് പിണറായി വിജയൻ രാജിവെച്ചാൽ അത്രയും നല്ലത്.